ഹലോ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ പ്രവർത്തിക്കുന്ന ITI കോളേജുകളിലെ ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 71 ഉദ്യോഗാർത്ഥികളെയാണ്. അതിൽ നമുക്ക് നേടാൻ സാധിച്ചിരിക്കുന്ന വലിയൊരു ചരിത്ര വിജയമാണ്. 71 ഉദ്യോഗാർത്ഥികൾ അടങ്ങുന്ന മെയിൻ ലിസ്റ്റിൽ 35ഓളം ഉദ്യോഗാർത്ഥികൾ ഏണസ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആണ്. അതുപോലെ തന്നെ ആദ്യ 21-ൽ 19 റാങ്കുകളും നേടിയിരിക്കുന്നത് ഏണസ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആണ്. ഈ ചരിത്ര വിജയം നേടിയ എല്ലാ സ്റ്റുഡൻസും നമ്മുടെ ഏണസ് അക്കാഡമിയുടെ പേരിൽ ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം എത്രയും വേഗം നിങ്ങൾക്ക് അഡ്വൈസ് ലഭിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കട്ടെ. ഒപ്പം ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകിയ നമ്മുടെ മെൻറ്ററായിട്ടിരുന്ന ഷെഫ്ന മിസ്, ഫാക്കൽറ്റീസ് ആയിരുന്ന ലക്ഷ്മി മിസ്, ശ്രീചിത്ര മിസ്, രശ്മി, സംഗീത് സാർ, നമ്മുടെ ഹരി സാർ, ഇവർക്ക് ഏണസ് അക്കാഡമിയുടെ പേരിലും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പേരിലും എല്ലാം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കാരണം കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും ഇവർക്ക് വേണ്ട ടൈംലി പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനും കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും എല്ലാം ചെയ്ത് ഇവർക്ക് കൃത്യമായിട്ട് മെൻറ്ററിങ് കൊടുത്ത ഫാക്കൽറ്റീസിൻ്റെയും മെൻറ്ററിങ്ങിൻ്റെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെയും ഒരു കൂട്ടായിട്ടുള്ള ഒരു ആകത്തുകയാണ് ഈ ഒരു വലിയ വിജയം നമുക്ക് നേടാൻ സാധിച്ചത്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ വിശദവിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുന്നത് വിഷ്ണു PR ആണ്. വിഷ്ണു ഓൾറെഡി നമ്മുടെ പ്രോഗ്രാമർ, അതേപോലെ മറ്റ് ടെക്നിക്കൽ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് എക്സാംസുകളിലൊക്കെ നമ്മുടെ കോച്ചിങ് എടുത്ത ആളാണ്. അവിടെയൊക്കെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ആളാണ്. ആദ്യമായിട്ടാണ് അദ്ദേഹം ഫസ്റ്റ് റാങ്കിൽ വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് നേടിയ വിഷ്ണുവിന് ഏണസ് അക്കാഡമിയുടെ പേരിൽ എല്ലാ ആശംസകളും അറിയിക്കുന്നു. സെക്കൻഡ് റാങ്ക് നേടിയിരിക്കുന്നത് ഗോപകുമാർ G ആണ്. തേർഡ് റാങ്ക് നേടിയിരിക്കുന്നത് വിനായക് PR ആണ്. നമുക്കൊരു വലിയൊരു സന്തോഷം എന്ന് പറയാൻ, വിഷ്ണു PRും വിനായക് PRും ബ്രദേഴ്സാണ്, ഒരേ ഫാമിലിയിലുള്ളവരാണ്. ഇപ്പോൾ അവരുടെ വീട്ടിൽ നിന്നും ഫാമിലിയിൽ നിന്നും ഏണസ് അക്കാഡമിയോടുള്ള എല്ലാ നന്ദിയും കടപ്പാടും എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഒരു വിജയം ഇരട്ടി മധുരം നൽകുന്നതാണ്. കാരണം ഒരേ ടൈമിൽ ഒരു ഫാമിലിയിലെ ആദ്യ റാങ്കുകളിൽ 2 ബ്രദേഴ്സ് വരിക എന്ന് പറയുന്നത് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ്. എന്തായാലും അവരുടെ സക്സസ് സ്റ്റോറി നമ്മൾ ഉടൻ തന്നെ നമ്മുടെ യൂട്യൂബ് സ്പേസിൽ കവർ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. 4th റാങ്ക് നേടിയിരിക്കുന്ന അതുൽ TS, 5th റാങ്ക് നേടിയിരിക്കുന്ന പ്രീതി, 6th റാങ്ക് നേടിയിരിക്കുന്ന മോൻസി, 7th ജോയ്സ്, 8th ദിവ്യ, 9th അമൽ, 10th വിപിന, 12th ശ്രുതി S കുമാർ, 13th അജ്മൽ N, 14th അഫ്സൽ CP, 16th അനിൽകുമാർ, 17th നീതു PS, 18th ആമിന, 19th അപർണ, 20 ശാലിനി, 21st ശരണ്യ KS. ഈ ഒരു റാങ്ക് ലിസ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ ഇവിടുത്തെ ഒരു അക്കാഡമിക് കോർഡിനേറ്റർ അല്ലെ ഫാക്കൽറ്റി എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗൂസ് ബംസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ആ റാങ്ക് ലിസ്റ്റ് ഒരേ ഒരു ഓർഡറിൽ നമ്മളങ്ങ് വായിച്ചു പോകണം, ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ. നിങ്ങൾ നോക്കിക്കേ, വലിയൊരു വിജയം, ഇതേപോലെ ഒരു ഡ്രീം കം ട്രൂ. എല്ലാ കോച്ചിങ് സെൻറ്ററുകളും ഇതേപോലെ കോച്ചിങ് നടത്തുമ്പോഴാണ് അവരാഗ്രഹിക്കുന്ന ഒരു വിജയം ഇതേപോലെ ആയിരിക്കും. കാരണം നമ്മൾ കുറച്ച് സ്റ്റുഡൻസിനെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ള ഉപരി എങ്ങനെയും അവരെ എത്രയും ഒരു വലിയൊരു ശതമാനം സ്റ്റുഡൻസിനെ റാങ്ക് ലിസ്റ്റിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശത്തോടെ കൂടെ ആയിരിക്കുമല്ലോ നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴത് പ്രാവർത്തികമായി കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്തായാലും ഈ ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു ഹാർഡ് വർക്കും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെയും മെൻറ്റേഴ്സിൻ്റെ ഒരു കൂട്ടായിട്ടുള്ള ശ്രമമാണ്. ഇതേപോലുള്ള വിജയം നമുക്ക് കഴിഞ്ഞ 2024 കുറേ അധികം വിജയങ്ങൾ നമ്മളെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2025 ആദ്യ റാങ്ക് ലിസ്റ്റ് നമ്മൾ നടത്തിയൊരു കോഴ്സ് പബ്ലിഷ് ചെയ്തപ്പോൾ വീണ്ടും ആ ചരിത്ര വിജയം നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു കൺസിസ്റ്റൻ്റ് ടീം എഫേർട്ട് കൊണ്ടാണ് നമുക്ക് നേടാൻ സാധിക്കുന്നത്. 23rd റാങ്ക് നേടിയിരിക്കുന്ന ജീന, 25th റാങ്ക് നേടിയിരിക്കുന്ന അൽഫോൺസ്, 26th ഗ്രീഷ്മ, 27th അഞ്ജു, 28th ഹംന, 36 സലോജ്, 40th റാങ്ക് നേടിയിരിക്കുന്ന ഷഫ്നി, 41st റാങ്ക് നേടിയിരിക്കുന്ന ആതിര, 42nd റാങ്ക് നേടിയിരിക്കുന്ന ഡിറ്റോ, 43rd റാങ്ക് നേടിയിരിക്കുന്ന ഇന്ദു C പണിക്കർ, 57 റോഷ്നി, 61st ധന്യ, 62 ജമീല, 65 തസ്നീം, 71st റാങ്ക് നേടിയിരിക്കുന്ന അജേഷ് മോഹൻ. അപ്പോൾ 71 പേരിലടങ്ങുന്ന മെയിൻ ലിസ്റ്റ്. ഇതേപോലെ തന്നെ നമുക്ക് സപ്ലിയിലും പല കാറ്റഗറിയിലായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ വളരെ ചുരുങ്ങിയ റാങ്ക് ലിസ്റ്റായിരുന്നു. 71 പേരെ മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 35 പേരെ നമ്മളിപ്പോൾ വരെ കൺഫേം ചെയ്ത് കഴിഞ്ഞു. ഇനി എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് കോളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ രജിസ്റ്ററിൽ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു സന്തോഷം, ഇത്രയും പെട്ടെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാണിച്ച തിടുക്കം ചിലപ്പോൾ കുറച്ച് പേരെയൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. പക്ഷേ മനസ്സ് ഞങ്ങൾക്ക് നിറയുന്ന രീതിയിലുള്ള ഒരു വലിയ വിജയമാണ്.
എന്തായാലും ഈ ആൾക്കാരെ എല്ലാം തന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബ് സ്പേസിലൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. നമ്മൾ എന്തായാലും ഒരു വിജയം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം ഇവരുടെയൊക്കെ സക്സസ് സ്റ്റോറിയും സ്റ്റഡി സ്ട്രാറ്റജിയും ഒക്കെ നമ്മൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മുടെ യൂട്യൂബ് സ്പേസിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മിച്ചിട്ട്, ഈ റാങ്ക് ലിസ്റ്റിൽ ഞങ്ങൾക്ക് ഉറപ്പാണ് പലതരം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ കാണും. ആദ്യം എക്സാമിൽ PSC ക്രാക്ക് ചെയ്തവർ കാണും, ജോലിക്കിടയിൽ പഠിച്ച ആൾക്കാർ കാണും, ഒരു കരിയർ ഗ്യാപ്പ് വന്നതിന് ശേഷം പഠിച്ചവർ കാണും. പക്ഷേ ഇവരെല്ലാവരും തന്നെ അവരുടെ സിറ്റുവേഷൻസ് എന്തോ ആയിക്കോട്ടെ, ഇവരെല്ലാം അവരുടെ സിറ്റുവേഷൻസ് മറികടന്ന് ഹാർഡ് വർക്ക് ചെയ്തപ്പോൾ അവർ ആ റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു പ്ലേസിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്, നിങ്ങൾ എഫോർട്ട് ഇടാൻ റെഡിയാണോ? കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിൽ ഇനിയും എക്സാംസുകളുണ്ട്. പ്രോഗ്രാമറിൻ്റെ ഒക്കെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള പ്രോഗ്രാമർ, സിസ്റ്റം അനലിസ്റ്റ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ഇങ്ങനെയുള്ള ഓൾറെഡി നോട്ടിഫിക്കേഷൻസ് വിളിച്ചിട്ടുണ്ട്. PSC അതിൻ്റെ എക്സാംസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമറിൻ്റെ ഒക്കെ ലിസ്റ്റ് വന്നപ്പോഴും 100-ൽ 30 പേരും ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്ര വിജയം എല്ലാം നിങ്ങളും ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു ഗൈഡൻസും നിങ്ങൾക്കൊരു സപ്പോർട്ടും നിങ്ങളുടെ ഹാർഡ് വർക്കും കൂടെ കമ്പൈൻ ചെയ്താൽ ഇതേപോലുള്ള വിജയം എന്തായാലും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അപ്പോൾ എന്തായാലും കഠിനാധ്വാനത്തോടെ നല്ലൊരു ഗൈഡൻസോടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ വിജയം നിങ്ങൾക്കും നേടാവുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള സക്സസ് നിങ്ങളും ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു ഗൈഡൻസും ഒരു മെൻറ്ററിങ്ങും നിങ്ങളുടെ എഫോർട്ടും കൂടെ കൂടിച്ചേർന്നാൽ നിങ്ങൾക്കും ഇതേപോലുള്ള സക്സസ് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും എന്നെ കാണുന്ന ആരെങ്കിലും കുറേ എക്സാംസ് ഒക്കെ എഴുതി ഒന്നും ക്ലിക്കായിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം PSC എക്സാംസ് ഒക്കെ എഴുതാൻ പോവുകയാണ്, നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്കിത് പോസിബിളാണ്. അപ്പോൾ കോഴ്സ് എന്താണ്, കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിലെ കോഴ്സുകളും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എക്സാംസും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ കോഴ്സസ് അവൈലബിൾ ആണ്. മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, നമ്മളെല്ലാ ബ്രാഞ്ചിലും ഇവിടെ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. ഇതേപോലുള്ള സക്സസ് സ്റ്റോറീസും ജോബ് അപ്ഡേറ്റ്സും ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. ഓൾ ദി ബെസ്റ്റ്.